250 രൂപയുടെ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിന് നമ്മുടെ നാട്ടിൽ 750 രൂപ കൊടുക്കണം ഒരു കടയിൽ ചെന്നാൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫാക്ടറിയിൽ കണ്ട് അവിടെ നിന്ന് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിന് നമ്മളുടെ നാട്ടിൽ വന്ന് വില ചോദിച്ചപ്പോൾ അതിന് 750 രൂപയായിരുന്നു. തമിഴ്നാട്ടിലാണ് ഇത് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഏതാണ്ടൊക്കെ എല്ലാം ഇങ്ങോട്ട് വരുന്നത്. നേരത്തെ ഇത് വഴിയരികിലൊക്കെ നോർത്ത് ഇന്ത്യൻസ് ചെയ്തിരുന്നു. ഇപ്പോൾ വളരെ കുറവാണ്, അവരെ കാണാൻ കിട്ടുന്നില്ല. പകരം ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. പ്രത്യേകിച്ച് സീസണൽ ആണ് ഇതിൻ്റെ വർക്ക്. അല്ലാതെയും വർക്കുകളുണ്ട്. ഈ വർക്കുകൾ ഏതാണ്ടൊക്കെ എല്ലാം ഡിവോഷണലായിട്ട് അമ്പലങ്ങളുടെ അടുത്തുള്ള കടകളിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനായിട്ടുള്ള ഷോപ്പുകളുണ്ട്. ഫാൻസി ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകൾ, ഇല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകൾ, ഇല്ലെങ്കിൽ ആൻറ്റീക്ക് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകൾ, ഇവിടെയൊക്കെയാണ് ഇത് വിൽക്കപ്പെടുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റ് ഏതാണ്, എങ്ങനെയാണ് അത് അവർ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അത് കേരളത്തിലെത്തുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിലകൾ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഐഡിയയിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മൾ ചെറുകിട ബിസിനസ് ഐഡിയകളെ കുറിച്ച് മാത്രമാണ് ഈ ചാനലിൽ സംസാരിക്കാറുള്ളത്. ഇന്നും അതുതന്നെയാണ്. വളരെ നല്ല ഒരു ഐഡിയ ആണ് എന്ന് പറയുന്നത്. ആർക്കും ചെയ്യാവുന്ന ഐഡിയ, പ്രത്യേകിച്ച് ടെക്നിക്കോ ടെക്നോളജിയോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാം, നിങ്ങൾക്ക് ഈ ബിസിനസ് ഐഡിയ അവലംബിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്ക്രീനിൽ കാണുന്ന ഇമേജുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം എവിടെയെങ്കിലും. ഇതാണ് വിഗ്രഹങ്ങൾ. ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മളുടെ പണി. അതെങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് 2 രീതിയിൽ ഉണ്ടാക്കാം. അതിലൊരു രീതിയാണ് ഇവിടെ പറയുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ പൾപ്പാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. സെക്കൻഡ് വേണ്ടത് ലൈം സ്റ്റോൺ പൗഡർ വേണം. മൂന്നാമത് വേണ്ടത് ഫെവിക്കോൾ വേണം. ഈ 3 ഐറ്റംസ് കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ഡൈ വരുന്നുണ്ട്. അത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഉണ്ടാക്കിയ ഡൈകളാണ്. ഓരോന്നിനും സെപ്പറേറ്റ് ഡൈ വരുന്നുണ്ട്. ആ ഡൈയും നമ്മൾ കരസ്ഥമാക്കിയിരിക്കണം. ഈ പേപ്പർ പൾപ്പ് സാധാരണ നമ്മളുടെ ന്യൂസ് പേപ്പർ, കാർട്ടൺ പേപ്പറുകൾ, കാർഡ്ബോർഡ് പേപ്പറുകൾ, ഏത് പേപ്പറാണെങ്കിലും അത് പൾപ്പാക്കി എടുക്കുന്ന ചെറിയ മെഷീൻ വരുന്നുണ്ട്. ആ മെഷീൻ വാങ്ങിച്ച് നമ്മളതിനെ പൾപ്പാക്കി എടുക്കുന്നു. അതിനുശേഷം അതിലേക്ക് ലൈം സ്റ്റോൺ പൗഡർ ആനുപാതികമായി ചേർക്കുന്നു. പിന്നെ പശയ്ക്ക് വേണ്ടിയിട്ട് ഫെവിക്കോൾ ചേർക്കുന്നു. ഇതിനെ നല്ല കൺസിസ്റ്റൻസിയിലുള്ള ഒരു മാവായിട്ട് മാറ്റിയതിന് ശേഷം ആ മാവാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, ഇത് ഫിനിഷ് ചെയ്ത പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള മൂർത്തികളുണ്ട്. ഗണേശന്റെ മൂർത്തിയുണ്ട്, കൃഷ്ണന്റെ മൂർത്തിയുണ്ട്. മെയിൻലി ഇത് രണ്ടും, അല്ലെങ്കിൽ ദേവിയുടെ മൂർത്തി, സരസ്വതിയുടെ മൂർത്തി, ലക്ഷ്മിയുടെ മൂർത്തി, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചെലവാകുന്നതും ഉണ്ടാക്കപ്പെടുന്നതും. ഇതിൽ ഒരു കൃഷ്ണന്റെ മൂർത്തിയാണ് ഞാൻ വാങ്ങിയത്. അതിന് 250 രൂപ മാത്രമാണ് അവിടെ വില കൊടുത്തത്. അവിടെ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 10,000 മൂർത്തികൾ വരുന്നത് കേരളത്തിലേക്ക് തന്നെയാണ്. ഇപ്പോൾ വിഷു സംബന്ധിച്ച് കൃഷ്ണന്റെ മൂർത്തികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അല്ലാതെ തന്നെ റെഗുലർ അവരുടെ കച്ചവടം നടക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്കിത് ആരംഭിക്കാവുന്നതാണ്. നല്ല രീതിയിൽ വിറ്റുപോകുന്ന പ്രോഡക്റ്റാണ്. ഇന്ന് ഈ പറഞ്ഞ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്. ഇനി അടുത്ത ഒരു ഐഡിയയും കൂടിയുണ്ട്. അത് അടുത്ത ഏതെങ്കിലും ദിവസത്തിൽ വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.